ദർശനയെ ഈ വേദിയിലേക്ക് ദർശനമായ ഒപ്പീസ് എന്ന ചിത്രം. ഒപ്പീസ് എന്ന ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാം ദർശന? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. കാരണം ഇത്രയും ഞാൻ വരുന്നത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയാം, ലാൽ സാർ ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് എന്നെ സെലക്ട് ചെയ്യുന്നതും. ഒരു സിനിമ എന്ന് പറയുന്നത് എന്നെ പോലെ ഒരാൾക്ക് സ്വപ്നം കാണാവുന്ന ഒന്നല്ല. പക്ഷെ ഞാനിപ്പോ എത്തി നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു, ഒരുപാട് സന്തോഷം തോന്നുന്നു. താങ്ക് യു സോജൻ സാർ ആൻഡ് പ്രദ്യുമ്ന സാർ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. അതുപോലെ തന്നെ എന്റെ ഫസ്റ്റ് മൂവിയുടെ മ്യൂസിക് ഡയറക്ടർ വിദ്യാ സാർ ആയിരുന്നു. എനിക്ക് പാട്ടെന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ജയചന്ദ്രൻ സാർ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. പല സമയത്തും നമുക്ക് ഡൗൺ ആയിട്ടിരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ മ്യൂസിക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ. താങ്ക് യു സർ. സാറിന്റെ കൊടുത്ത് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ എന്റെയൊക്കെ ആ ഒരു, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കുച്ചു കുച്ചു ഹോത്തായൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നൊസ്റ്റാൾജിക് മൂവിയാണ്. അതിന്റെ DOP ആയിട്ടുള്ള സന്തോഷ് സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പം സന്തോഷത്തിന്റെയും ഇമോഷൻസിന്റെയും പല പല ഘട്ടത്തിലൂടെയാണ് ഞാനിപ്പോ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഷൈൻ ചേട്ടന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്ത്, ചേട്ടൻ ഓൾറെഡി പറഞ്ഞു ഞങ്ങളുടെ മൂവി റിലീസ് ആകുന്നതേ ഉള്ളൂ. പിന്നെ ദിയ ദശരയിലൂടെയുള്ള ദീക്ഷിത് സാറിന്റെ കൂട്ടത്തിലും വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു ദർശന, ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യു. താങ്ക് യു, താങ്ക് യു. നമുക്ക് ഈ ചിത്രത്തിൽ ഒരു നല്ല ക്യാരക്ടറായിട്ട് ഇന്ദ്രൻ സാർ ഉണ്ട്, പക്ഷെ ഇന്ദ്രൻ ചേട്ടൻ ഇവിടെ എത്തിയിട്ടില്ല.